ആക്ഷൻ. സാറേ സജീവൻ മൂലൻ സാറേ. ഒരുപാട് നന്ദി, താങ്ക് യു. ഡയലോഗ് നെക്സ്റ്റ് പറയാൻ പോയത് അത് പറയാനില്ല. അതിൽ കരയാൻ വേണ്ടി ഗ്ലിസറിൻ ഞാൻ ഉപയോഗിച്ചിട്ടില്ല. ഈ ഷൂട്ടിംഗ് സെറ്റിലുള്ള നമ്മുടെ ഡയറക്ടറുടെ 1 കിലോമീറ്റർ 1.5 കിലോമീറ്റർ കൂക്കിക്കൊണ്ടാവും. പ്രത്യേകിച്ച് ആസിഫ് അലി. നീ പറഞ്ഞ ഡയലോഗെല്ലാം സ്ക്രീനിൽ പറയുവാണെങ്കിൽ നീ വല്ല നടന്നാവില്ല. ശരിക്കും ഒരു അല്ലു അർജുൻ അവിടെ ഇല്ല ഫീലാണ്. ഞാൻ ഇത് ആരാണെന്നോ ഇത് ബിജുമേനോൻ സാറാണോ അല്ല എനിക്ക് ഒന്നും അറിയില്ല. ആസിഫ് ഖാനോട് പറയാന്ന് നമ്മുടെ സിനിമയിൽ അഭിനയിച്ചവരാണ് കേട്ടോ. സിനിമയുമായിട്ട് ആഗ്രഹം വെച്ച് നടക്കുന്ന ഒരാളെ സംബന്ധിച്ചിടത്തോളം ബിജുമേനോൻ സാർ അങ്ങനെ ഇറങ്ങി അങ്ങ് വരുന്നത് ഞാൻ എൻ്റെ ഡയലോഗും പോയി എല്ലാം പോയി. ഒരു ദിവസം രാവിലെ 7 മണിക്ക് വന്നു കഴിഞ്ഞാൽ രാത്രി 11 മണിയാവും വീട്ടിലേക്ക് തിരിച്ചെത്താൻ. അറസ്റ്റ് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് കാണിച്ചിട്ട് സാറിനെ കൊണ്ടുപോകും. നമസ്കാരം. തലവൻ തിയേറ്ററുകളിൽ സൂപ്പർ ഹിറ്റായി ഓടിക്കൊണ്ടിരിക്കുകയാണ്. നമ്മുടെ ഉലകനായകൻ കമലഹാസൻ പറഞ്ഞതുപോലെ മലയാള സിനിമയിൽ ഈ അടുത്തതായി ഇറങ്ങിയ ത്രില്ലർ സിനിമകളിൽ ഏറ്റവും മികച്ച ഒന്നാണ് ജിസ് ജോയ് സംവിധാനം ചെയ്ത തലവൻ. തലവൻ സിനിമയിൽ ശ്രദ്ധേയമായ വേഷങ്ങൾ ചെയ്ത കുറച്ചു പേരാണ് ഇന്ന് നമ്മുടെ മുന്നിൽ. ആദ്യത്തെ ചോദ്യം പോലീസ് സ്റ്റേഷനിലെ റൈറ്ററെ വേഷം ചെയ്ത ശേഖരേട്ടനോടാണ്. ശേഖരേട്ടാ, എങ്ങനെയാണ് ഈ തലവൻ സിനിമയുടെ ഭാഗമാകുന്നത്? ഞാൻ ഈ സിനിമയിൽ വന്നത് നമ്മുടെ എൻ്റെ നാട്ടുകാരനായ സൂരജ് എന്ന ഒരു കോർഡിനേറ്റർ വഴിയാണ്. ഇതിൽ ചെറിയൊരു കഥാപാത്രമാണെങ്കിലും ഞാൻ എൻ്റെ റോൾ നന്നായി ചെയ്തു എന്നുള്ള വിശ്വാസം എനിക്കുണ്ട്. പിന്നെ ഈ ഷൂട്ടിംഗ് സെറ്റിലുള്ള നമ്മുടെ ഡയറക്ടറുടെ സമീപനം അത് എടുത്തു പറയത്തക്ക ഒരു പ്രത്യേകതയാണ് അദ്ദേഹത്തിൻ്റെ. ജീവിതത്തിൽ ഞാൻ പോലീസ് ഡിപ്പാർട്ട്മെൻറ്റിൽ നിന്നും ഒരു സബ് ഇൻസ്പെക്ടറായി റിട്ടയർ ചെയ്ത ആളാണ്. അതുകൊണ്ട് തന്നെ എനിക്ക് ഒരു പോലീസുകാരനായിട്ട് ഈ സിനിമയിൽ വേഷമിടാൻ സാധിച്ചതിൽ വളരെയധികം സന്തോഷമുണ്ട്. എൻ്റെ കൂടെ സ്റ്റേഷനിൽ ഈ പ്രജിത്തും ഒരു പോലീസുകാരനായിട്ട് അഭിനയിച്ചിട്ടുണ്ടായിരുന്നു. ബിജുമേനോൻ, ആസിഫ് അലി എന്നീ സൂപ്പർ സ്റ്റാറുകളൊപ്പം ഒരു ചെറിയൊരു വേഷം എനിക്ക് ചെയ്യാൻ പറ്റിയത് ഞാനൊരു മഹാഭാഗ്യമായി കരുതുന്നു. ഇതേ സിനിമയിൽ മനു എന്ന കഥാപാത്രത്തിന്റെ കൂട്ടുകാരനെ അഭിനയിച്ച അജേഷ് ഈ ജിസ്റ്റോയുടെ കൂടിയുള്ള ഷൂട്ടിംഗ് എക്സ്പീരിയൻസിനെ കുറിച്ച് പറയാമോ? ഷൂട്ടിംഗ് എക്സ്പീരിയൻസിനെ കുറിച്ച് പറയുന്നതിന് മുന്നേ ഞാൻ ഈ സിനിമയിൽ എങ്ങനെ എത്തിയതെന്ന് ജസ്റ്റ് ഞാൻ പറയാം. അപ്പോൾ സാധാരണ ഒരുപാട് ഓഡീഷനൊക്കെ അറ്റൻഡ് ചെയ്തു. അപ്പോൾ അറ്റൻഡ് ചെയ്താലും നമ്മളെ സിനിമയിൽ മെയിൻ റോളുകളെല്ലാം വേറെ ആൾക്കാരെ കൊണ്ട് ചെയ്യിക്കും. അതിൻ്റെ ഓഡിഷൻ കഴിഞ്ഞ് നമ്മൾ ചിലപ്പോൾ ജൂനിയർ ആർട്ടിസ്റ്റായിട്ട് അങ്ങനെ അധികം കിട്ടല്. തലശ്ശേരി ഒരു ഹോട്ടലുണ്ടായി. ആദ്യം നമ്മൾ ഫോട്ടോ അയച്ചു കൊടുത്തു. ആ ഫോട്ടോ ഒന്ന് സെലക്റ്റായ കുറച്ച് ആളുകളെ വെച്ചിട്ട് ഓഡിഷൻ നടത്തിയത്. ഓഡിഷൻ ചെയ്തത് ഒന്ന് ചീഫ് അസോസിയേറ്റ് ഡയറക്ടർ സാഗർ സാറ്, പിന്നെ കൃഷ്ണമുരളി, പിന്നെ അഭിജിത്ത്, അർജുൻ. അപ്പോൾ ഇവരൊക്കെ പേര് നമ്മൾ ഇതിനെ സെറ്റിൽ വെച്ച് പഠിച്ചാണ്. അപ്പോൾ ഇവരൊക്കെ കൂടി ഓഡിഷൻ നടത്തിയത്. അപ്പോൾ ഓഡിഷൻ കഴിഞ്ഞതിന് ശേഷം എൻ്റെ കൂടെ വന്ന് ഒരുപാട് ആൾക്കാർ ലൊക്കേഷനൊക്കെ വിളിച്ചു. ഷൂട്ട് ഓൾറെഡി ആരംഭിച്ചോളൂ. അപ്പോൾ ലൊക്കേഷനൊക്കെ വിളിച്ചു. ഞാൻ വെച്ചാൽ എനിക്ക് ചിലപ്പോൾ അവസരമൊന്നും കിട്ടൂല. അപ്പോൾ പിന്നെ വേറെ സ്വന്തം പെട്ടെന്നൊരു വിളി വരുന്നത്, അജേഷ് ഇന്ന ദിവസം തലശ്ശേരിയിൽ എത്തണം എന്ന് പറഞ്ഞിട്ട്. അപ്പോൾ രാവിലെ 7 മണിക്ക് എത്തണം. അപ്പോൾ നമ്മളവിടെ എത്തിയ ഉടനെ തന്നെ പിന്നെ കൃഷ്ണമുരളി, പിന്നെ വേറെ അർജുൻ, അങ്ങനെ എല്ലാവരും കൂട്ടി നേരെ ഡയറക്ടറുടെ അടുത്തേക്ക് കൊണ്ടുവന്നു. ഞാൻ ആദ്യമായിട്ടാണ് ജിസ് സാറിനെ നേരിട്ട് കാണുന്നത്. അപ്പോൾ ജസ്റ്റ് സിനിമകളൊക്കെ കണ്ടിട്ടുണ്ടായി, സൺഡേ ഹോളിഡേ അങ്ങനെ. അപ്പോൾ നേരിട്ട് ഇതുവരെ കണ്ടില്ല. പിന്നെ ജസ്റ്റ് ഇങ്ങനെ പുള്ളി ഇങ്ങനെ വന്ന ഉടനെ സാറേ എന്നെ നോക്കി. എനിക്ക് മറ്റേ അഭിജിത്തും മറ്റേ അസിസ്റ്റന്റ് ഡയറക്ടർമാരെല്ലാം പറയുന്നുണ്ട്, സാറേ ഇവനെ ഡ്രസ്സ് ഇത് മതിയോ, ഹെയർ സ്റ്റൈൽ മാറ്റണോ? അപ്പോൾ സാറിങ്ങനെ മൊത്തം ഒന്ന് അടിമുടി നോക്കിയിട്ട് ഹെയർ സ്റ്റൈൽ ഓക്കെ, ഇത് മതി, ഇങ്ങനെ മതി. അപ്പോൾ ഡ്രസ്സ് നോക്കട്ടെ കൊണ്ട് ഡ്രസ്സെല്ലാം എടുത്തു കൊടുത്തു. അതിൽ എനിക്കൊരു ഭയങ്കര ഒരു എന്നാൽ നമുക്കൊരു സ്വപ്നം കാണാൻ പോലും പറ്റുന്നില്ല. നമുക്കിപ്പോൾ കുറേ ആൾ ഇത് കാണുമ്പോൾ വിചാരിക്കുമ്പോൾ ഭയങ്കര തള്ളയെന്ന്. പക്ഷേ സത്യം ഇതൊരു സിനിമയുമായിട്ട് ആഗ്രഹം വെച്ച് നടക്കുന്ന ഒരാളെ സംബന്ധിച്ചിടത്തോളം ഇതൊരു യാഥാർത്ഥ്യമാണ്. അപ്പോൾ അങ്ങനെ സാറിങ്ങനെ നോക്കി ആ സംഭവം പറഞ്ഞു, ഹെയർ സ്റ്റൈലിലൊക്കെ ഇതൊക്കെ മതി. അപ്പോൾ എന്നെ കൂട്ടിയിട്ട് ഡ്രസ്സും ഇതൊക്കെ മാറ്റി വന്നു. ക്യാമറ റോളിങ് പറഞ്ഞു, ആക്ഷൻ. ശരിക്കും പറഞ്ഞാൽ ഒരു അല്ലു അർജുൻ ആ സിനിമ സെറ്റിലെ ഫീലാണ്. ആക്ഷൻ പറയലെല്ലാം ഭയങ്കര സ്റ്റൈലാണ്. അത് നമുക്കൊന്നും അത് ശരിക്കും നിങ്ങൾ നേരിട്ട് കാണണം, എന്നാലും അത് അനുഭവിച്ചറിയാൻ പറ്റില്ല. ഭയങ്കര ശരിക്കും ഒരു അല്ലു അർജുൻ അവിടെ ഇല്ല ഫീലാണ്. ആ ആക്ഷനെല്ലാം എന്താ സ്റ്റൈൽ, എനിക്ക് ഭയങ്കര ആരാധന ഭയങ്കരമായിട്ട് കൂടി. ജിസ് ജോയ് സാറിനോട് ആരാധന കൂടിയത് ഭയങ്കരമായിട്ട് കൂടി, മനസ്സിൽ പ്രതിഷ്ഠിക്കപ്പെട്ടു. സത്യം അങ്ങനെയായി. പിന്നെ അതിനുശേഷം എന്ന് പറഞ്ഞാൽ കോസ്റ്റ്യൂമെല്ലാം ഇട്ടിട്ട് വന്നു. ഫസ്റ്റ് എൻ്റെ ഒരു സീൻ തുടങ്ങുന്നത് ഇങ്ങനെയായിരുന്നു. അതായത് സാറ് വന്നു, പിന്നെ ഞാനും ദിനേശ് മനു എന്ന് പറഞ്ഞ എൻ്റെ ക്യാരക്ടർ, അവൻ്റെ ഫ്രണ്ടായിട്ടാണ് ഞാൻ ഇതിൽ അഭിനയിക്കുന്നത്. അപ്പോൾ അവൻ തൊട്ടടുത്ത് ഇരിക്കുന്നുണ്ട്. അപ്പോൾ
മനുവിൻ്റെ കല്യാണത്തിൻ്റെ 2 ദിവസം മുന്നെയാണ്. അപ്പോൾ ആ സമയത്ത് നമ്മളിപ്പം കസേരകളോ അല്ല പറക്കി വെക്കുന്ന സീനാണ്. ആ സീനെല്ലാം എടുത്തു. പിന്നെ അതിനുശേഷമുള്ള സീൻ എന്ന് പറയുന്നത് എന്നോട് പറഞ്ഞത് പോലീസ് വണ്ടി വരുന്നുണ്ട്. അപ്പോൾ ആ പോലീസ് വണ്ടി നോക്കിക്കണം. അതായത് പിന്നെ നമ്മളെ മനുവിനെ അറസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് പോലീസ് വണ്ടി വരുന്നുണ്ട്. ആ പോലീസ് വണ്ടി നോക്കിക്കണം എന്ന് പറഞ്ഞു. അപ്പോൾ ഇതിൻ്റെ ഇതിൽ പോലീസ് ഓഫീസർ ആരാണെന്ന് സത്യം പറഞ്ഞാൽ അറിഞ്ഞിട്ടുണ്ടായില്ല. അത് ബിജു മേനോനുണ്ട്, ആസിഫ് അലി ഉണ്ട്. അപ്പോൾ ഇത് ആരാന്ന് ചോദിക്കാൻ സമയം കിട്ടിയില്ല, ഷൂട്ട് നടന്നുകൊണ്ടൊക്കെയാണ്. അപ്പോൾ ഈ പോലീസ് ജീപ്പ് വരുന്ന സീൻ നമ്മളിങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുകയാണ്, ഇങ്ങനെ പേടിച്ചുകൊണ്ട് അങ്ങനെ ആദ്യം പറഞ്ഞത്. അപ്പോൾ ആ ഒരു സീൻ പല ആംഗിളിൽ നിന്ന് എടുത്തു. അപ്പോൾ എല്ലാവരും നമ്മളിങ്ങനെ നോക്കുന്നുണ്ട്. അപ്പോൾ പുറത്ത് നാട്ടുകാരനെ കാണുന്നില്ല, എല്ലാവരും ഒരു ആർട്ടിസ്റ്റ് എന്നുള്ളൊരു പരിഗണന വരുന്നുണ്ട്. അതായത് തലശ്ശേരിയിൽ നമ്മളെ ആരും അറിയില്ല സത്യം പറഞ്ഞാൽ. അപ്പോൾ നമ്മൾ പയ്യന്നൂരാണ്ട് എറണാകുളത്തുനിന്ന് എവിടെ നിന്ന് പോകുന്ന ആർട്ടിസ്റ്റ് ആണെങ്കിലും ആ ഒരു രീതിയിൽ നമ്മളത് നോക്കുന്നുണ്ട്. അത് മുടിയിൽ ഒരുപാടുണ്ട്, താടിയുണ്ട്. അപ്പൊ നമ്മൾ അറിയാറ്റൊക്കെ ഗവൺമെന്റ് കുറച്ചിട്ട് ഇവിടുന്ന് നമ്മളൊരു പരിഗണന ലഞ്ച് ബ്രേക്ക് കഴിഞ്ഞതിന് ശേഷം നമ്മൾ ഷൂട്ട് ആരംഭിച്ചു. അപ്പോൾ ഷൂട്ട് ആരംഭിക്കുക ജസ്റ്റ് കുറച്ച് നേരത്തെ എൻ്റെ കൃഷ്ണമുരളി വന്നിട്ട് ഡയലോഗ് തന്നു, ജസ്റ്റ് ഇങ്ങനെയാണ് പറയേണ്ടതെന്ന്. അപ്പോൾ ഡയലോഗ് ഞാൻ ജസ്റ്റ് പറയാൻ പോയത്, അപ്പോൾ അത് പറയാനായിട്ടില്ല. അപ്പോൾ ഡയലോഗിൽ ഞാൻ ജസ്റ്റ് പഠിച്ചു. അപ്പോൾ എൻ്റെ വേഷം എന്ന് പറഞ്ഞാൽ കോസ്റ്റ്യൂം എന്ന് പറഞ്ഞാൽ ഒരു കൈലി ലുങ്കി, ഒരു കള്ളിക്കള്ളി ഷർട്ട്. അപ്പോൾ ഇതാണ് ഒരു കാടനെ പോലെ, ഒരു കാടൻ. അപ്പോൾ അത് കഴിഞ്ഞ ശേഷം പിന്നെ ഞാൻ ഡയലോഗെല്ലാം പഠിച്ചു. അപ്പോൾ ഷൂട്ട് ആരംഭിക്കാൻ പോയിരുന്നു. അപ്പോൾ ഡയറക്ടർ ജിസ് ജോയ് സാർ അടുത്തേക്ക് വന്നു. എന്നിട്ട് എന്നോട് ചോദിച്ചു, പിന്നെ മോനെ പേരെന്താ ചോദിച്ചു. ഞാൻ സാറേ അജേഷാണ്. ഓക്കെ അജേഷ്, ഈ ഡയലോഗ് മോനെ എങ്ങനെയാണ് പെർഫോം ചെയ്ത് ചോദിച്ചു. അപ്പോൾ എൻ്റെ പിന്നെ വേറെ കാര്യം കൂടെ പറഞ്ഞു. ആ പോലീസ് ജീപ്പിലുള്ളത് ബിജു മേനോനാണ്. അപ്പോൾ ബിജു മേനോൻ മനുവിനെ അറസ്റ്റ് ചെയ്ത് കൊണ്ടുപോകും. അപ്പോൾ അറസ്റ്റ് ചെയ്ത് കൊണ്ടുപോകുന്ന സമയത്ത് നല്ല കട്ടക്കലിപ്പിൽ തടയണം. എങ്ങനെ തടയാൻ പറ്റും അങ്ങനെ തടഞ്ഞു. ആ മോനെ എങ്ങനെ ചെയ്തു വെച്ചു. അങ്ങനെ സത്യം പറഞ്ഞാൽ എന്തായാലും എന്നാ ഇത് പറയാൻ സത്യം എല്ലാവരും നോക്കിക്കുന്നുണ്ട്. അസിസ്റ്റന്റുമാരെ നോക്കിക്കുന്നുണ്ട്, മറ്റവർ നോക്കിക്കുന്നു, കൂടെ അഭിനയിക്കാൻ വന്ന ആൾക്കാർ നോക്കുന്നുണ്ട്. വിട്ടു തന്നു എങ്ങനെ ചെയ്യില്ലേ. ഞാൻ ഇത് ഒന്നും നോക്കിയില്ല. അതായത് ഞാൻ ജസ്റ്റ് കാണിച്ചു കൊടുക്കാൻ സാറിന്. അപ്പം നല്ല കട്ടക്കലിപ്പിൽ അറസ്റ്റ് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് കാണിച്ചിട്ട് സാറിനെ കൊണ്ടുപോലും പറഞ്ഞു. നല്ല കട്ടക്കലിപ്പിൽ മുണ്ടെല്ലാം മാടി കെട്ടി. അപ്പോൾ സാറ് പറഞ്ഞു, ജസ്റ്റ് തട്ടിച്ച് പറഞ്ഞു, അടാ അടിപൊളിയായി പറഞ്ഞു. അപ്പോൾ ഇങ്ങനെ ഫീലിങ്സ് ഇങ്ങനെ രോമ നമുക്ക് എണീക്കുന്നത് അത്രയും. അത് സാറ് അങ്ങനെ നമ്മൾ പറയുമ്പോൾ വേറെ ആള് പറഞ്ഞാൽ നമുക്കില്ല. സാറ് ഡയറക്ടറിനോട് പറയുന്നത് ഭയങ്കര ഇതാണ്. അപ്പൊ ജിസ്റ്റോ ഇപ്പൊ അഭിനന്ദിച്ചു പറഞ്ഞില്ലേ, അയാൾ ട്രയൽ ശേഷം കുറെ കഴിഞ്ഞിട്ടാണ് ഒറിജിനൽ ഷൂട്ട് നടന്നത്. അപ്പൊ ഷൂട്ടിങ്ങിൽ ലാസ്റ്റ് വന്ന ഔട്ട്പുട്ട് ഇല്ലേ, അപ്പൊ അതെങ്ങനെ പ്രേക്ഷകർക്ക് കൊണ്ടിരുന്ന് അഭിനയിച്ച് കാണിക്കും. പെട്ടെന്ന് ഇപ്പം പറഞ്ഞാൽ അഭിനയിക്കാൻ പറ്റും. ഫസ്റ്റ് കിട്ടിയ ഭയങ്കര എല്ലാവരും ശ്രദ്ധിക്കപ്പെടുന്ന ഒരു വേഷമല്ലേ, ഫസ്റ്റ് കിട്ടിയ സീനല്ലേ, അതൊന്ന് ജസ്റ്റ് കാണിച്ചു തന്നാൽ നമുക്ക് ചെയ്യാൻ പറ്റും, കുഴപ്പമില്ല. അപ്പൊ അതിന് മുന്നേ പറയാൻ, അപ്പൊ ക്യാമറ ഒക്കെ വെച്ചു. സാറ് ആക്ഷൻ പറഞ്ഞു പറഞ്ഞാൽ ബിജു മേനോനും പിന്നെ ബാക്കി കുറെ പോലീസുകാരുണ്ട്. അപ്പൊ അവരെ അറസ്റ്റ് ചെയ്യാൻ വേണ്ടി വരില്ല. അപ്പൊ അതിന്റെ തൊട്ടിപ്പുറം മനു ഇരിക്കുന്നുണ്ട്, മനുവിന്റെ അമ്മയുണ്ട്. അപ്പൊ എല്ലാവരും പോലീസുകാർ അപ്പൊ അതിനുശേഷം പോലീസുകാർ വന്നു. പിന്നെ ബിജു മേനോൻ വന്നിട്ട് ഡയലോഗ് മന്ത്രിയുടെ കോളർ പിടിച്ചിട്ട് മനുവിനെ കൊണ്ടുപോയി. അപ്പൊ മനുവിനെ കൊണ്ടുപോകുമ്പോൾ തന്നെ ഞാൻ സമയത്ത് എണീച്ച് ഇങ്ങനെ സൈഡിൽ നിൽക്കുകയാണ്, അങ്ങോട്ട് ഇത് കലിപ്പിൽ നല്ല ഇതായിട്ട് നിൽക്കുകയാണ്. അപ്പോൾ ജസ്റ്റ് കൊണ്ടുപോയി ഏകദേശം ബൈക്ക് എത്തുമ്പോൾ തന്നെ ഞാൻ ഫുള്ള് ഓടിപ്പോയിട്ട് അറസ്റ്റ് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് കാണിച്ചിട്ട് സാറിനെ കൊണ്ടുപോകുന്നു. നല്ല കട്ട കലിപ്പിൽ പറഞ്ഞു. പിന്നെ അപ്പോൾ ബിജു മേനോൻ എടുത്തിട്ട് തന്നെ പറക്കി എറിയുന്നുണ്ട്. ഞാൻ ജസ്റ്റ് ഒന്നും കൂടെ കാണിക്കാം. അറസ്റ്റ് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് കാണിച്ചിട്ട് സാറിനെ കൊണ്ടുപോകും. അങ്ങനെ അത് ശരിക്കും നമ്മളെ കോസ്റ്റ്യൂം വേണം, പിന്നെ സ്പേസ്. അപ്പൊ അത് കഴിഞ്ഞ ഉടനെ പിന്നെ മനുവിന്റെ അമ്മയുണ്ട്. പിന്നെ നമ്മളെല്ലാവരും കൂടി പോലീസിന് പുറകെ തന്നെ പോയി. അപ്പോൾ പുറകെ തന്നെ പോയി മനുവിന്റെ അമ്മ എന്ത് ചെയ്തു, പെട്ടെന്ന് ഏജ് ക്ഷീണായ എൻ്റെ മടിയിലേക്ക് എൻ്റെ കയ്യിലേക്കാണ് വന്നു. അപ്പോൾ ഞാനും നമ്മള് കുറെ ബന്ധുക്കളുണ്ട്, എല്ലാവരും കൂടി കട്ടക്കലിപ്പിൽ മറ്റേ പോലീസ് കൊണ്ട് നോക്കിയിരിക്കുന്ന സീനും അതെല്ലാം ഷൂട്ട് ചെയ്തിട്ടുണ്ടായി. പക്ഷെ എന്തോ നിർഭാഗ്യവശാൽ അങ്ങനെ അത് പിന്നെ നമുക്ക് പുറത്തേക്ക് ഔട്ട് വന്നിട്ടില്ല. പക്ഷെ എന്നാലും കുഴപ്പമില്ല, ഞാൻ ഭയങ്കര ഹാപ്പിയാണ്. ഇത് ഇങ്ങനെ ഭയങ്കര എന്നാലും അതിനുശേഷം ഈ മനുവിനെ ജയിലിൽ നിന്ന് പുറത്തേക്ക് കൊണ്ടുവന്ന സീനുണ്ട്. ഡ്രൈവറെ സ്ഥാനത്ത് ഇരിക്കുന്നത് അജേഷാണ്. അജേഷ് തൊട്ടിപ്പുറത്ത് തന്നെ അതെങ്ങനെയാണ് കണ്ടിന്യൂസ് ആയ ഷോട്ട് ആയിരുന്നു, അല്ല വേറെ ദിവസം വന്നിട്ട് എടുത്ത ഷോട്ടാണ്, അതിന്റെ കാര്യങ്ങളൊന്നും പറയാൻ പറ്റുമോ? ആ തലശ്ശേരിയിൽ ആ വീട്ടിലെ ഷൂട്ട് കഴിഞ്ഞു. അപ്പോൾ എന്നോട് പറഞ്ഞു, നിന്റെ ഷൂട്ട് കഴിഞ്ഞു, ഇനി ഇല്ല എന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ സത്യം പറഞ്ഞാൽ നിരാശയായി. ഞാൻ ഒരുപാട് പ്രതീക്ഷിച്ച് ഇങ്ങനെ വന്നതാണ്. അപ്പോൾ ഷൂട്ട് കഴിഞ്ഞു. പിന്നെ ഒരു 2-3 ദിവസം കഴിഞ്ഞിട്ടുണ്ട് ഒരു വിളി വരുന്നത്, പിന്നെ കണ്ണൂർ സെൻട്രൽ ജയിലിൽ വരണമെന്നുണ്ട്.
അപ്പോൾ അവിടെ പോയി എന്നോട് പറഞ്ഞു മനു ജയിലിൽ നിന്ന് റിലീസായിട്ട് വരുന്നത്, ജയിലിൽ നിന്ന് പുറത്തേക്ക് വരുന്നത് ജസ്റ്റ് നോക്കി നിൽക്കാൻ പറഞ്ഞു. അപ്പോൾ ഞാൻ സാധാരണ ഇങ്ങനെ നിന്നു. അപ്പോൾ സാർ പറഞ്ഞു അടുത്തേക്ക് വന്നിട്ട് പറഞ്ഞാൽ അങ്ങനെ നിന്നാൽ പോരാ, ജസ്റ്റ് ഇങ്ങനെ ഒരു വരുന്നതിൻ്റെ ജസ്റ്റ് ഒന്ന് ഇതെല്ലാം വയറിലെല്ലാം തടയിട്ട് ഒരു ആക്ഷൻ പറഞ്ഞു തന്നെ. അപ്പോൾ ആ ഒരു രീതിയിലെല്ലാം ഞാൻ ചെയ്തു. അപ്പോൾ അതിന് ആ സീൻ അങ്ങനെ വന്നിട്ടില്ല, കട്ടായി പോയി. അപ്പോൾ അതിനുശേഷം എന്ത് ചെയ്തു, പിന്നെ നമ്മളെ കാറിൻ്റെ ഉള്ളിൽ ഇരിക്കേണ്ടത്, ആ കാറിൻ്റെ ഉള്ളിൽ എങ്ങനെ ഇരിക്കേണ്ടതെന്ന് സാറ് പറഞ്ഞു. ഇവൻ വരുന്നുണ്ട്, അപ്പോൾ ഇരുന്നോന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ എന്ത് ചെയ്തു, ഞാൻ ഓട്ടോമാറ്റിക്കായിട്ട് ഒരു ചെറിയൊരു കൽപ്പ് കിട്ടു. കുറേ കാലത്തിന് ശേഷം കാണുന്നില്ലേ, ഇവന്ന് ചെയ്തിട്ട് പോയല്ലേ. അപ്പം ഞാൻ ജസ്റ്റ് ഇരുന്ന് ജസ്റ്റ് ഡോർ തുറന്ന് നല്ല കലിപ്പിലിരുന്ന് ജസ്റ്റ് ഇങ്ങനെ ഒരു ലുക്കും നോക്കിയിട്ട് ഗിയർ ഇങ്ങനെ ആക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ ഇങ്ങോട്ട് നോക്കിയിട്ട് ആ ഗിയർ ആക്കുന്ന സാധനം ഉണ്ടായില്ല, ജസ്റ്റ് ആ ഇരിക്കുന്ന സാധനം ഉണ്ടായിരുന്നു. അതന്നെ നല്ല സ്ലോ മോഷൻ ഷോട്ടാണ്, ഫുൾ ഫ്രെയിം നമ്മൾ രണ്ടാളെ 2 ഷോട്ട്. അത് പറഞ്ഞറിയിക്കാൻ പറ്റാത്ത സന്തോഷം. അതെ അതെ സത്യം. അപ്പോൾ ഈ സിനിമ ഇതിൽ കണ്ട് ഒരുപാട് ആൾക്കാർ വിളിച്ചു. അപ്പോൾ വലിയ സന്തോഷം. അപ്പോൾ ഇനിയും ഒരുപാട് ചാൻസ് കിട്ടട്ടെ എന്ന് ഞാൻ തന്നെ ആഗ്രഹിക്കുകയാണ്. നമ്മളെല്ലാവരും ആഗ്രഹം. നമുക്ക് മനുവിന്റെ അമ്മയായി അഭിനയിച്ച ലസി ചേച്ചിന്റെ വിശേഷങ്ങൾ അറിയാം. ലസി ചേച്ചി, നിങ്ങൾ എങ്ങനെയാണ് ഈ തലവന്റെ ഭാഗമാവുന്നതും ഈ ഷൂട്ടിങ്ങിൽ നിങ്ങളുടെ അനുഭവങ്ങളെ കുറിച്ചൊന്ന് ജസ്റ്റ് ഒന്ന് പറയാൻ പറ്റുമോ? തലവൻ എനിക്ക് ഒരിക്കലും മറക്കാൻ പറ്റാത്ത ഒരു സംഭവമാണ്. അത് എൻ്റെ ജീവിതാവസാനം വരെ അതെന്റെ മനസ്സിൽ തന്നെ ഉണ്ടാകും. കാരണം ആദ്യമായിട്ട് എനിക്കൊരു ഡയലോഗ് കിട്ടിയത് തലവനിലാണ്. ഇതിനു മുമ്പ് 4 സിനിമയിൽ അഭിനയിച്ചു, പക്ഷെ അത് കുറച്ചല്ലേ പിന്നെ ഒരു ദിവസം വൈകുന്നേരം തന്നെ സൂരജ് ഉണ്ട് വിളിക്കുന്നത്, ലിസ്റ്റേജ് നാളെ തലശ്ശേരി ഒരു ഷൂട്ടുണ്ട്, 7 മണിയാകുമ്പോൾ നിങ്ങൾ ലൊക്കേഷനിൽ എത്തണം. 7 മണി അവിടെ എത്തി, 7:30 ഞങ്ങൾ എത്തുമ്പോൾ. അപ്പോൾ എന്നോട് വിളിച്ചിട്ട് പറഞ്ഞു, ചേച്ചി മനുവിൻ്റെ അമ്മയായിട്ട് അഭിനയിക്കാൻ വന്ന ആളല്ലേ ചോദിച്ചു. ഞാൻ പറഞ്ഞു അത് എനിക്കറിയില്ല, എന്നോട് ഇന്ന് വരാൻ പറഞ്ഞതേ ഇല്ലെന്ന് പറഞ്ഞു. അപ്പം പറഞ്ഞു ചേച്ചി വാന്ന് പറഞ്ഞു, എനിക്ക് ഡ്രസ്സെല്ലാം തന്നു. അപ്പോൾ അസോസിയേറ്റ് എനിക്ക് ഡയലോഗ് തന്നു. ഞാൻ മേലോട്ട് ഇങ്ങനെ നോക്കി. അപ്പോൾ പറഞ്ഞു ചേച്ചി ഇത് പഠിക്കണം എന്ന് പറഞ്ഞു. അപ്പോൾ ഒരു 10 മിനിറ്റിൻ്റെ ഉള്ളിൽ ഞാനത് പഠിച്ചെടുത്തു. 10 മിനിറ്റ് തന്നെ വന്നിട്ടാ. അപ്പോൾ നിങ്ങൾ അമ്മയായിട്ട് അഭിനയിക്കണം, മനു ഇവിടെ എല്ലാ സിറ്റുവേഷനെല്ലാം നമുക്ക് പറഞ്ഞു തന്നു. ഇന്ന സ്ഥലത്ത് നിൽക്കണം, അങ്ങനെ ഒരു പോലീസ് വണ്ടി വരും, അപ്പോൾ ഈ ഡയലോഗ് നിങ്ങൾ സാറോട് പറയണം എന്ന് പറഞ്ഞു. ഞാൻ ഇത് ആരാണെന്നോ ഇത് ബിജുമേനോൻ സാറാണോ അല്ല എനിക്ക് ഒന്നും അറിയില്ല, ഇവരൊന്നും പറഞ്ഞിട്ടുമില്ല എന്നോട്. അപ്പോൾ എന്നാൽ ശരി എന്ന് പറഞ്ഞു. ഞാൻ അവിടെ നിന്നു. ഞാൻ മനസ്സിലിങ്ങനെ ഡയലോഗ് ഇങ്ങനെ പറഞ്ഞോട്ട് നിൽക്കിയത്. അപ്പോൾ അങ്ങനെ ഒരു പോലീസ് വണ്ടി വരുന്നു. അപ്പോൾ അതിൽ നിന്നുണ്ട് ബിജുമേനോൻ സാർ അങ്ങനെ ഇറങ്ങി അങ്ങ് വരുന്നു. ഞാൻ എൻ്റെ ഡയലോഗും പോയി എല്ലാം പോയി, എനിക്കൊന്നും ഓർമ്മയില്ല. ഞാൻ സാറോടനെ പറഞ്ഞു, സാറേ എനിക്കൊന്നും കിട്ടുന്നില്ല, ചേച്ചി ഒന്നും പേടിക്കണ്ട, ചേച്ചി പറഞ്ഞോളൂ പറഞ്ഞു. ഞാൻ എനിക്ക് ആവും പറഞ്ഞു. അപ്പോൾ ബിജുമേനോൻ സാറാണ് എനിക്കൊരു ധൈര്യം തന്നത്. അതും എൻ്റെ ഒരു നല്ലൊരു പ്ലസ് പോയിന്റ് ആയിട്ട് എനിക്ക് അതിൽ കാണാൻ പറ്റും. അതിൽ കരയാൻ വേണ്ടി ഗ്ലിസറിൻ ഞാൻ ഉപയോഗിച്ചിട്ടില്ല, അത് ഓട്ടോമാറ്റിക്കലി തന്നെ വന്നിരുന്നു. അത് കണ്ടിട്ട് എല്ലാരും നല്ല അഭിപ്രായം പറഞ്ഞു, നല്ല അഭിനയാന്ന്, ഒറിജിനാലിറ്റി ഉണ്ട് എന്ന് പറഞ്ഞു. ഇനി നമുക്ക് പ്രതിഭാന്റെ വിശേഷങ്ങൾ അറിയാം. മറ്റേ ഇതില് സജീവൻ, പ്ലംബർ സജീവന്റെ കൂടെ വർക്ക് ചെയ്യുന്ന ഒരാളായിട്ടാണ് പ്രതിഭാട്ട് അഭിനയിച്ചിരിക്കുന്നത്. പ്രതിഭാട്ട് അങ്ങനെയാണ് നിങ്ങളുടെ സിനിമ ലൊക്കേഷൻ വിശേഷങ്ങൾ എന്താ സംഭവം ഒന്ന് പറയാൻ പറ്റും? ഈ തലവെന്നുള്ള സിനിമ എന്തുകൊണ്ടും എനിക്ക് ഒരുപാട് സന്തോഷം തരുന്ന സിനിമയാണ്. അതിൽ പ്രധാന 2 കാരണക്കാരി എന്ന് പറയുന്നത്, ഒന്ന് അതിൻ്റെ ഒരു കോർഡിനേറ്ററായിട്ട് വർക്ക് ചെയ്തിട്ടുള്ള സൂരജ് ചേട്ടനും, പിന്നെ അതിൻ്റെ ഡയറക്ടർ ജിസു സാറും. ഈ തലവെന്നുള്ള സിനിമയിൽ ഇൻ്റർവ്യൂവിന് ശേഷമാണ് എന്നെ കാണിക്കുന്നത്. പക്ഷേ ഇതിൻ്റെ ഷൂട്ട് ഈ സിനിമയുടെ പൂജ നടന്ന ദിവസമാണ് ഉണ്ടായത്. അപ്പോൾ അന്ന് എനിക്ക് കുറച്ച് പൈപ്പ് എടുത്ത് അങ്ങോട്ടേക്ക് എന്നെ കൊണ്ട് നടത്തിക്കുന്നു, ഇങ്ങോട്ട് നടത്തിക്കുന്നു, ഡയലോഗ്സ് ഒന്നുമില്ല. അപ്പോൾ സൂരജ് ചേട്ടൻ എന്നോട് ഓൾറെഡി എനിക്കൊരു ഡയലോഗ് ഉണ്ടാവും എന്ന രീതിയിലാണ് പറഞ്ഞത്. അപ്പോൾ ഡയലോഗ്സ് ഒന്നും കിട്ടുന്നില്ല, കുറച്ച് മാനസികമായിട്ടൊരു വിഷമം, എന്തൊക്കെ കിട്ടാത്തത് എന്നൊരു രീതിയിൽ. അങ്ങനെ അന്നത്തെ ദിവസം കഴിഞ്ഞു, ഞാൻ വീട്ടിലോട്ട് വന്നു. ഒരു 2 ദിവസം കഴിയുമ്പോൾ ആദ്യം വിളിക്കുന്നു, നമ്മൾ മിനിയാന്ന് എടുത്തതെന്തോ ശരിയായിട്ടില്ല, ഒന്നും കൂടി എടുക്കുന്നുണ്ട് എന്ന് പറയും. അപ്പോൾ ഞാൻ എന്തായാലും നമ്മളത് കമ്മിറ്റഡ് ആണ്, ഡയലോഗ് ഇല്ലെങ്കിലും നമ്മളെ സിനിമ അതിൻ്റെ നമ്മളെ ഭാഗമാണ്. അപ്പോൾ ഞാൻ അവിടെ എത്തുന്നു. അവിടെ എത്തിയ ശേഷം കുറച്ച് ഗ്യാപ്പ് കിട്ടി, സിനിമയൊക്കെ തുടങ്ങാൻ ഇങ്ങനെ ഇരിക്കുന്നുണ്ട്. അപ്പോൾ ഞാൻ ആ കിട്ടിയൊരു ഗ്യാപ്പിൽ നമ്മൾ ദൈവം തോന്നിപ്പിക്കുന്നത് തോന്നുന്നു. നമ്മൾ നേരെ ഡയറക്ടർ സാറിൻ്റെ അടുത്ത് പോകുന്നു. സാറേ, ഞാൻ സാറിൻ്റെ ഒരുപാട് സിനിമകൾ കണ്ടതാണ്, സാറിൻ്റെ ബൈസൈക്കിൾ തീവ്സ്, അതുപോലെ 1-2 പടങ്ങൾ, അതുപോലെ വിജയം പൗർണമി, അതുപോലെ സൺഡേ ഹോളിഡേ, അങ്ങനെ ഒരുപാട് പടം, അതുപോലെ സിദ്ദിഖിന് ഒരു അവാർഡ് കിട്ടുന്ന പടം. അതിൻ്റെ പേര് പെട്ടെന്ന് കിട്ടുന്നത് ഇപ്പം കിട്ടുന്നില്ല. അപ്പോൾ ഇത് പറഞ്ഞപ്പം സാർ പറഞ്ഞു, ആയിക്കോട്ടെ നല്ലതാണ്. ഞാൻ സാറേ എനിക്കൊരു ഡയലോഗ് കൊണ്ടുവന്ന് ഞാൻ മിനിയാന്ന് പറഞ്ഞു, എനിക്ക് ഡയലോഗൊന്നും കിട്ടിയിട്ടുണ്ടായിട്ടാ. അപ്പം ഇദ്ദേഹം എന്നോട് പറഞ്ഞ ഡയലോഗ്
എടാ നീ പറഞ്ഞ ഡയലോഗെല്ലാം സ്ക്രീനിൽ പറയുവാണെങ്കിൽ നീ വലിയ നടനാവുമല്ല. ഞാൻ തള്ളുന്നല്ല സാർ, ഞാൻ തള്ളുന്നല്ല. എൻ്റെ ജോലി ആയുർവേദമാണ്, ഞാൻ തെറാപ്പിസ്റ്റാണ്. പക്ഷെ എനിക്ക് സാറിന് ഇഷ്ടമുള്ളത് കൊണ്ടാണ് ഞാൻ ഇത്ര ഓപ്പണായി സംസാരിച്ചതെന്ന് തോന്നുന്നു. അപ്പോൾ ശരി എന്നുകൊണ്ട് സാർ അങ്ങോട്ട് പോയി. ഞാനിപ്പോൾ ഇങ്ങനെ നിൽക്കുന്നുണ്ട്. കാരണം എൻ്റെ മനസ്സിലൊന്നാണ് നീ ഞാൻ എടുത്ത പൈപ്പെടുത്ത് ഇങ്ങോട്ട് വരണം, ഈട് എടുത്ത് അങ്ങോട്ട് പോകണം. ഇതന്നെ ഇന്ന് വൈകുന്നേരം വരെ തന്നെ. പെട്ടെന്ന് എൻ്റെ അസോസിയേറ്റ് വേണ്ടി പറയുന്നു, സാറ് നിങ്ങൾക്കൊരു ഡയലോഗ് തരാൻ വേണ്ടി പറഞ്ഞു. എൻ്റെ മോനെ കുറച്ച് കഴിഞ്ഞപ്പോൾ ക്യാമറ നോട്ടിരുന്ന ഒരാൾ മൈക്കുമായിട്ട് വന്നിട്ട് ഒന്നിവിടെ ക്ലിപ്പ് തന്നു, പിന്നെ ഒന്ന് ബാക്കിലെല്ലാം എടുത്ത് വയറെല്ലാം ആക്കുന്നുണ്ട്. അപ്പോൾ ഭയങ്കര ഹാപ്പിയായി. നമ്മൾ ഓൾറെഡി ഡയലോഗ്സ് ഉണ്ട്, നമ്മളൊരു ആർട്ടിസ്റ്റാണ് എന്നുള്ളൊരു ഫീൽ ഉണ്ടായി. അപ്പം ഞാനതിങ്ങനെ നിന്ന് കൊടുക്കുമ്പോൾ സാറ് പറഞ്ഞു, ബിജു മാം പോലീസ് ഓഫീസറാണ്, നിൻ്റെ അടുത്ത് വരും, അപ്പോൾ ആ ഒരു പരിഭവം ഇതെല്ലാം നിനക്ക് ഉണ്ടാവണം, അപ്പം ഡയലോഗ്സ് ഒന്ന് പറഞ്ഞു നോക്കാമെന്ന് പറഞ്ഞു. അപ്പം ബിജുവായിട്ട് നേരെ വന്ന് അടുത്ത് വേണ്ടി പറഞ്ഞു, സജീവൻ ഉണ്ടാ എന്ന് വെച്ചു. സജീവൻ മുകളിലുണ്ട് സാർ എന്ന് പറഞ്ഞു. എന്നാടും ജിസി സാർ പറഞ്ഞു, നീ അങ്ങനെയല്ല, നിൻ്റെ അടുത്ത് ഒരു പോലീസുകാരൻ വരുമ്പോൾ അതിൻ്റെ പരിഭ്രമത്തോടു കൂടി ഇയാൾ മേലേണ്ടെന്ന് പറയണം. കാരണം ഓൾറെഡി നിനക്ക് അറിയുന്ന കാര്യമാണെങ്കിൽ കൂടി നീ ഒന്ന് പരിഭ്രമിക്കും. അപ്പോൾ ഒരു സെക്കൻഡ് നിൻ്റെ ഒരു ഡിലേ ഉണ്ടാവും പറഞ്ഞു. ഞാൻ സാർ ഞാൻ ചെയ്ത് നോക്കാൻ തോന്നും. അങ്ങനെ ഫസ്റ്റ് ഷോട്ട് സാറ് വെക്കുകയാണ്. എടോ സജീവൻ ഉണ്ടോ? സാറേ സജീവൻ മുകളിലുണ്ട് സാറേ. ആ ഓക്കെ എന്നിട്ട് സാറങ്ങ് കയറി പോയിരുന്നു. എന്നാടും ജിസ്റ്റേ സാർ മോനെ ഗുഡ് സൂപ്പർ. അത് ഭയങ്കര ഹാപ്പിയാണ്. കഴിഞ്ഞ ദിവസം കണ്ണൂർ സവിതയിൽ ഈ തലവൻ്റെ 25 ദിവസത്തെ വിജയകരമായ ഒരു ഫംഗ്ഷൻ ഉണ്ടായിരുന്നായിരിക്കും. ഒരുപാട് നന്ദി, താങ്ക് യു. അപ്പോൾ നമ്മളവിടെ എത്തിയ സമയത്ത് ജിസ്റ്റേ സാർ നമ്മളെ കണ്ടാടും, നിങ്ങൾ ഇവിടെയാണോ? ഞാൻ നടന്നു. അല്ല സാർ നമ്മൾ പയ്യന്നൂരാണ് ഇങ്ങോട്ട് വന്നത്. നമ്മൾ നെഞ്ചോട് ചേർത്ത് നിർത്തുന്ന പോലെ അടുത്ത് നിർത്തിയിട്ട് ആസിഫ് ഖാനോട് പറയാമെന്ന്, നമ്മൾ സിനിമയിൽ അഭിനയിച്ചവരാണ് കേട്ടോ. വേറെ ആസിഫ് അറിയാം എന്ന് പറഞ്ഞു. കാരണം അവർ നമ്മളോട് കാണിക്കുന്ന അവർ എത്രയോ വലിയ അറിയപ്പെടുന്ന ആൾക്കാരാണ്. അവർ നമ്മൾ എത്രയോ മൂലക്ക് സിനിമയിൽ എന്തെങ്കിലും ആവണമെന്ന് ആഗ്രഹിച്ചിട്ട് ഞാൻ അജേഷെല്ലാം കഷ്ടപ്പെടുന്നുണ്ട്. എൻ്റെ എത്രയോ 3 ഇരട്ടി കഷ്ടപ്പെടുന്ന ഒരാളാണ് സിനിമ കൂടി. അതിൻ്റെ ഇടയിൽ മറ്റൊരു കാര്യം കൂടെ, നമ്മള് തിയേറ്ററിലെത്തിയല്ലോ. തിയേറ്ററിലെത്തി ആസിഫ് അലിനെ ഒരു വരവേൽക്കാൻ വേണ്ടിയിട്ട് ഫാൻസുകാർ സംഭവങ്ങൾ എന്തെങ്കിലും ഒരുക്കുന്നുണ്ട്. ആസിഫ് അലിയുടെ പോഴിയിൽ പിന്നെ ഈ തലവന്റെ ചിത്രങ്ങൾ നടക്കുന്നുണ്ട്. അപ്പൊ അതിൻ്റെ ഇടയിൽ നമ്മളോട് നമുക്ക് ഇതിൻ്റെ അകത്ത് കയറാൻ പറ്റുമോ, നമ്മളെ ഒരു മൈൻഡ് ആക്കോ, ആ ഒരു അതായത് സിനിമ കഴിഞ്ഞ് കുറെ കാലങ്ങളായി. അപ്പൊ ഇവര് നമ്മൾ ഓർത്ത് നിൽക്കുവോ, ആ ഒരു ടെൻഷൻ നമുക്കുണ്ട്. അത് നമ്മൾ പറഞ്ഞുകൊണ്ടുണ്ട്. ഇതിന്റെ അമ്മ ആസിഫ് അലി കാറ് വന്നു, ഇവരിറങ്ങി. അവർ ഫസ്റ്റ് കേക്ക് കട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് പുറത്തൊരു സ്ഥലമാക്കിയിട്ടുണ്ട്. അപ്പൊ അവിടെ നിന്നാണ്ട് നേരെ തിയേറ്ററിന്റെ ഉള്ളിലേക്ക് കയറി. അപ്പൊ പടം വിടാൻ വേണ്ടി ഒരു 10 മിനിറ്റ് ആയിരുന്നു. അപ്പൊ തിയേറ്ററിന്റെ ഉള്ളിലേക്ക് പിന്നെ എല്ലാരും കയറാൻ വിടുന്നില്ല. എല്ലാരും ഒരുമിച്ച് കൊണ്ടാലും സത്യം പറഞ്ഞാല് ടെൻഷൻ ആയി. നമ്മൾ ചോദിച്ചു നമ്മളവിടെ കുടുങ്ങിയിരുന്നു. ഞാനും പ്രതിഭാനും കൂടി ഇടയ്ക്കേലും കയറിയിട്ട് നേരെ പോയി. അതെ, പിന്നെ അതുള്ള ഇത് ഭയന്നെ വിട്ടു. നേരെ ജിസ്റ്റ് ചോദിച്ചതിന്റെ വേഗം തന്നെ ഇങ്ങനെ വിളിച്ച് ഞാൻ ഇങ്ങനെ നിന്നു, പ്രതിഭാണ്ട് നിന്നു. അപ്പോൾ ജസ്റ്റ് തിയേറ്ററിലേക്ക് കയറാൻ വേണ്ടി തിയേറ്റർ പടം ലാസ്റ്റ് പാട്ടിൽ പിന്നെ ഇവരെല്ലാവരും കൂടി ഉള്ളിലേക്ക് കയറാനാണ് നിൽക്കുന്നത്. അപ്പോൾ നമ്മൾ ജസ്റ്റ് ആ പുറത്തന്നെ നിന്നു. അപ്പോൾ അതിൻ്റെ ഇടയിൽ പ്രതിഭാട്ടൻ ഈ ജിസ് ജോയ് സാറ് ആസിഫ് അലി ഉണ്ട്, പിന്നെ തിയേറ്ററിൻ്റെ ഓണർ ഉണ്ട് ഇപ്പം, പിന്നെ ആസാദിക്ക ഉണ്ട്. അപ്പോൾ പിന്നെ അതിൻ്റെ ഇടയിൽ പ്രതിഭാട്ടൻ സാറിനെ വിളിച്ചു, സാറേ ഓർമ്മയുണ്ട് ആ പിന്നെന്താ പറഞ്ഞാണ്ട് കണ്ട് പുറത്തുനിന്ന് തട്ടി. അപ്പോൾ അവിടെ എന്നെയും കണ്ടു. എന്നോട് കണ്ടാട് നീയാ അതിൻ്റെ കയ്യിൽ തന്നു. അത് ഞങ്ങൾക്കത് ഭയങ്കര അത് ഇത്രയും കാലത്തിന് ശേഷം അത് ഓൾറെഡി സിനിമയിലെല്ലാം കട്ട് ചെയ്യുന്ന സമയത്തല്ലേ ഇവർ കാണുന്നുണ്ടോ, എന്നാലും നമ്മളോടത് ഓർമ്മയുണ്ടെന്നുള്ളത് കാണിക്കണം എന്നൊന്നുമില്ല. അത് കഴിഞ്ഞിട്ട് എന്ത് ചെയ്തു, നമ്മളെ രണ്ടാളെ ആസിഫിലേക്ക് പരിചയപ്പെടുത്തി കൊടുത്തു. പിന്നെ ഇവര് നമ്മളെ കൂടെ സിനിമയിലുണ്ട്. പിന്നെ അറിയാന്ന് പറഞ്ഞ അവരൊരാളായി തിയേറ്ററിന്റെ ഉള്ളിൽ കയറി. പിന്നെ അതുപോലെ വേറെ സംഭവം എന്താ പറയാ, കാറിൽ തിരിച്ച് വീട്ടിലേക്ക് പോകുമ്പോ ഞാൻ ഏകദേശം 1 കിലോമീറ്റർ 1.5 കിലോമീറ്റർ കൂക്കിക്കൊണ്ടാവും. ഈ കൂക്കല് ആരോട് പറയാനില്ല. ഈ കൂക്കല് എന്ന് പറഞ്ഞാൽ കൂക്കിക്കൊണ്ടോ എന്തെങ്കിലും ഒച്ചപ്പാട് കൂക്കി അത് കാറിന്റെ ഉള്ളിൽ ഉണ്ടെങ്കിലേ മനസ്സിലാവില്ല. അത്രയും എക്സൈറ്റ്മെന്റ്. ആസിഫ് അലി, ബിജു മേനോൻ തുടങ്ങിയ സീനിയർ താരങ്ങളോടുള്ള ഷൂട്ടിംഗ് സൈറ്റിലെ പ്രീതാണ്ട് അനുഭവങ്ങളെ കുറിച്ചൊന്ന് പറയാൻ പറ്റും? തലവൻ എന്ന സിനിമയെക്കുറിച്ച് പറയുമ്പോൾ ആ സിനിമയും അതുപോലെ തന്നെ ആ സിനിമയുടെ ലൊക്കേഷനും പറഞ്ഞറിയിക്കാൻ പറ്റാത്ത അനുഭവങ്ങളുള്ള ഒരു സിനിമയാണത്. പ്രത്യേകിച്ച് ആസിഫ് അലി അതുപോലെ തന്നെ ജിസ്ജോയ് സാറ് എല്ലാവരും ഇന്ന് കണ്ടാലും എവിടെ കണ്ടാലും നല്ല ഇങ്ങോട്ട് വന്നിട്ട് എടാ എന്തൊക്കെയുണ്ട് വിശേഷം എന്ന് ചോദിക്കുന്ന തരത്തിലുള്ള ഒരു ബന്ധത്തിലേക്ക് എത്താൻ പറ്റി. അതുതന്നെ ഒരു വലിയൊരു ഭാഗ്യമായിട്ടാണ് ഞാൻ കാണുന്നത്. വേറെ പിന്നെ ഈ സിനിമയെക്കുറിച്ച് എടുത്തു പറയാനുള്ളത് എന്താണെന്ന് വെച്ചാൽ 2 മാസക്കാലം ഞങ്ങളൊരു ഉത്സവം പോലെയായിരുന്നു ഈ സിനിമ ലൊക്കേഷൻ. ഒരുപാട് ഫ്രണ്ട്സുകൾ, അതുപോലെ നല്ല ഒരുപാട് നല്ല നല്ല അനുഭവങ്ങൾ, ഇതൊക്കെ ഉണ്ടാക്കി തന്ന ഒരു നല്ല സിനിമയാണ് തലവൻ. ഇപ്പം ഈ സിനിമയുടെ 25ാം ദിനാഘോഷത്തിൽ ധർമ്മടത്ത് കോളേജിൽ വെച്ച്
ജിസ് ജോയ് സാർ എന്നെ എടുത്തു പറഞ്ഞ് പരിചയപ്പെടുത്തിയിട്ടുണ്ട് അവിടെ മൊത്തം. അതൊക്കെ ഒരു വല്ലാത്തൊരു അനുഭവമായിരുന്നു. ഞാൻ ഈ സിനിമയിൽ ചെയ്തത് ഒരു പോലീസുകാരൻ്റെ വേഷമാണ്. ഞങ്ങളിപ്പം ഒരു ദിവസം രാവിലെ 7 മണിക്ക് വന്നു കഴിഞ്ഞാൽ രാത്രി 11 മണിയാവും വീട്ടിലേക്ക് തിരിച്ചെത്താൻ. ഈ ഏപ്രിൽ മെയ് മാസ ചൂടിനെല്ലാം എന്താ പറയണ്ടത്, ആ ഒരു ഇത് എടുത്തിട്ട് ആ സിനിമയുടെ റിസൾട്ട് ഇപ്പോൾ കാണുമ്പോൾ അത്രയും റിസ്ക് എടുത്ത് ചെയ്ത സിനിമയാണ്. അതിൻ്റെ റിസൾട്ട് ഇപ്പോൾ ഇത്ര നല്ല രീതിയിലായി കാണുമ്പോൾ വലിയ സന്തോഷം തോന്നുന്നുണ്ട്. പിന്നെ ഈ സിനിമയെക്കുറിച്ച് പറയുമ്പോൾ എടുത്തു പറയേണ്ട ഒരു വ്യക്തിത്വമാണ് ആസാദ് കണ്ണാടിക്കൽ. പുള്ളിയും നമുക്കെല്ലാം എന്ത് ഒരു സപ്പോർട്ടായിട്ട് എല്ലാ കാര്യത്തിലും നല്ല സപ്പോർട്ടുള്ള ഒരു വ്യക്തിത്വമാണ്. അതിൻ്റെ ഇടയിൽ ആസാദ് ഖാൻ നമ്മൾ ഈ സിനിമയിൽ അഭിനയിച്ചിട്ടുണ്ടായിരുന്നു. അതെ 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 പുള്ളി റോൾ ചെയ്തിട്ടുണ്ടായിരുന്നു. അത് ഒരു മീഡിയയിൽ ഒരു ചർച്ച ഉള്ള ഒരു വ്യക്തിത്വമായിട്ടാണ് ചെയ്തിരുന്നത്. തലവൻ ഇപ്പോൾ തിയേറ്ററുകളിൽ സൂപ്പർ ഹിറ്റായി ഓടിക്കൊണ്ടിരിക്കുകയാണ്. 2ാം ഭാഗത്തിനുള്ള എല്ലാ സാധ്യതയും നിലനിർത്തിക്കൊണ്ടാണ് സിനിമ അവസാനിക്കുന്നത്. അതിലും ഇവർക്കെല്ലാവർക്കും നല്ലൊരു വേഷം ലഭിക്കട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് ഇന്നത്തെ ഈ എപ്പിസോഡ് വൈൻഡപ്പ് ചെയ്യുകയാണ്. വേറൊരു എപ്പിസോഡുമായി കാണുന്നത് വരെ ബൈ.